ശബ്ദമുയർത്തി ഹല്ലേലൂയ ഹല്ലേലൂയ. റെയിൻ കേരള എല്ലാ കുടുംബങ്ങളിലും ഹല്ലേലൂയ. We welcome everyone to lift our hands to the Lord. Sing unto the name of Jesus. Hallelujah. Hallelujah. All over the world. Hallelujah. ആകാശം ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുമ്പോൾ ആകാശവിധാനം അങ്ങയുടെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നല്ലോ. Hallelujah. Both young and old together. Hallelujah. മുതിർന്നവരും ചെറുപ്പക്കാരും കുഞ്ഞുങ്ങളും ഒത്തുചേർന്ന് ബാലന്മാർ, വൃദ്ധന്മാർ, യുവതികൾ, യുവാക്കന്മാർ, സകലവും സീമാവാസികളുമായുള്ളവരെ യാർപ്പെടുവേ. Let's sing together. Hallelujah. Hallelujah. Oh, how great, how precious also are your thoughts to me, O Lord. How great is the sum of them. എന്റെ ദൈവമേ, അങ്ങയുടെ വിചാരങ്ങൾ എത്ര വിലയേറിയത്, അവയുടെ ആകത്തുക എത്ര വലുത്. പ്രൈസ് ഗോഡ്. പാസ്റ്റർ, നീ എഫേസ്യ ലേഖനം 1-ാം അധ്യായം അതിന്റെ 4, 5, 6 വാക്യങ്ങൾ. എഫേസ്യ ലേഖനം 1-ാം അധ്യായം, ബുക്ക് ഓഫ് എഫീഷ്യൻസ് ചാപ്റ്റർ 1 വേഴ്സസ് 3, 4 and 5. നാം തന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിന് മുൻപേ നമ്മെ അവനിൽ തെരഞ്ഞെടുക്കുകയും തിരുഹിതത്തിന്റെ പ്രസാദപ്രകാരം യേശുക്രിസ്തു മുഖാന്തരം നമ്മെ ദത്തെടുക്കേണ്ടതിന് അവൻ പ്രിയനായവനിൽ നമുക്ക് സൗജന്യമായി നൽകിയ തന്റെ കൃപാമഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായി സ്നേഹത്തിൽ നമ്മെ മുൻനിയമിക്കുകയും ചെയ്തുവല്ലോ. എനിക്കൊരു 15 ദിവസം നിരന്തരം പഠിക്കാനുള്ള പാഠങ്ങൾ ആ വാക്യങ്ങളിലുണ്ട്. യിരെമ്യാ പ്രവചനം 1-ാം അധ്യായം 4ഉം 5ഉം വാക്യങ്ങളോടൊന്ന് വായിക്കാമോ? ബുക്ക് ഓഫ് ജെറമ്യാ ചാപ്റ്റർ 1 വേഴ്സ് 4 and 5 along with Ephesians chapter 1 യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായത് എന്തെന്നാൽ, നിന്നെ ഉദരത്തിൽ ഉരുവാക്കിയതിനു മുൻപേ ഞാൻ നിന്നെ അറിഞ്ഞു, നീ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വരുന്നതിന് മുൻപേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു, ജാതികൾക്ക് പ്രവാചകനായി നിയമിച്ചിരിക്കുന്നു. The word of the Lord came to me saying, before I formed you in the womb I knew you. Before you were born I sanctified you. I ordained you a prophet to the nations. കർത്താവിന്റെ ശ്രേഷ്ഠമേറിയ നാമം ഈ പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടട്ടെ. റെയിൻ കേരള കുടുംബത്തിൽ എല്ലാ പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ ദൈവസന്നിധിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. We welcome everyone to stay connected until the service is over, and I'm sure the Spirit of God has great things in store to speak to our hearts. നമ്മുടെ ഹൃദയത്തിലേക്ക് ദൈവത്തിന്റെ ആത്മാവിന് വലിയ കാര്യങ്ങൾ വെളിപ്പെടുത്തി തരുവാനുണ്ട്. And I'm sure today is our day of miracle. നമ്മുടെ ജീവിതത്തിന്റെ അത്ഭുതത്തിന്റെ ദിവസമായി ഇന്ന് പകൽ 2 കരങ്ങൾ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ഉയർത്തി എല്ലാ പ്രിയമുള്ളവരും അവിടെ ഇവിടങ്ങളിൽ പ്രാർത്ഥിക്കുമ്പോൾ പാസ്റ്റർ സിനു നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. എല്ലാവരും ചേർന്ന് സ്വർഗീയ പിതാവേ, നല്ല പ്രഭാതത്തിനായി ഞങ്ങൾ അങ്ങേ വാഴ്ത്തുകയാണ്. കർത്താവ്, ഇന്ന് ഞങ്ങൾ ഒന്നിച്ച് അങ്ങയുടെ സന്നിധി ദൈവവചനം ധ്യാനിക്കുമ്പോൾ അങ്ങയുടെ വചനത്തിലൂടെ അങ്ങ് ഞങ്ങൾ സംസാരിച്ചാട്ടെ. കർത്താവേ, ഞങ്ങളുടെ ഹൃദയത്തിൽ അങ്ങയുടെ വചനം ആഴമായി ഇറങ്ങുവാൻ തക്കണം. ഞങ്ങളുടെ ഹൃദയത്തെ അങ്ങ് തുറക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആ ദൈവവചനത്തിന്റെ ശക്തി ഞങ്ങളിലേക്ക് ഇറങ്ങി വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങ് ഇന്ന് വചനത്തിലൂടെ ഞങ്ങളെ പഠിപ്പിക്കുന്ന നല്ല പാഠങ്ങൾ പഠിച്ചെടുത്ത് ഞങ്ങളുടെ ജീവിതത്തിൽ
ജീവിതത്തിൽ മുന്നേറ്റത്തിന് അത് കാരണമായി തീരേണ്ടതിനായി അങ്ങനെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന ഈ പ്രഭാതത്തില് വചനത്തിന്റെ വാതിലുകൾ തുറന്നു തന്ന് ദൈവവചനത്തിന്റെ ശക്തി അനുഭവിപ്പം ഞങ്ങളെ ഒരുക്കിയാട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നീ അതങ്ങനെ ചെയ്താട്ടെ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. In the Bible ഒരു വലിയ സബ്ജക്റ്റ് തെരഞ്ഞെടുപ്പ് എന്നുള്ളത്. ആമേൻ. തെരഞ്ഞെടുക്കുക. ഇപ്പൊ നമ്മൾ വായിച്ച വാക്യത്തിനകത്ത് രണ്ടിടത്തും അത് വന്നിട്ടുണ്ട്. ഇനി ധാരാളം റെഫറൻസസ് ബൈബിളിലുണ്ട്. We find several references with the word chosen from God's word. ദൈവത്തിന്റെ വചനത്തിൽ ഉടനീളം നമുക്കത് കാണുന്നുണ്ട്. അതിന് മുഴുവൻ വിശദീകരിക്കുവാനായിട്ടൊന്നും സമയമെടുക്കുന്നില്ല. എങ്കിലും നമ്മൾക്ക് ഒന്നിച്ചുള്ള ദൈവവചന പഠനം, വ്യക്തിപരമായ ജീവിതത്തിൽ ദൈവവചന പഠനത്തിന് സഹായകമാകുന്ന ചില കാര്യങ്ങൾ ഈ സന്ദർഭത്തിൽ ചുരുങ്ങിയ മിനിറ്റുകൾ കൊണ്ട് ഓർമ്മപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ചോസൺ എന്ന വാക്ക് ഗ്രീക്കിലേക്ക് വരുമ്പോൾ അതിൻ്റെ തത്തുല്യമായ പദം എക്ലെഗോന, EKLEGO എഴുതി വെക്കുന്നവർ ഇന്നലെയും ധാരാളം ആളുകൾ വിളിച്ചു പറയുന്നുണ്ട്. രാവിലെ തൊട്ട് നോട്ട്സ് എഴുതി വെക്കുന്നു, അത് മറ്റുള്ളവരുടെ ക്ലാസ്സുകളിൽ പഠിപ്പിക്കുവാനായിട്ട് കൊടുക്കുന്നു, അവർ തന്നെ പഠിപ്പിക്കുന്നു. അവരുടെ ഒന്നിച്ചുള്ള ബൈബിൾ സ്റ്റഡിയിൽ, വ്യക്തിപരമായ വചന ധ്യാനത്തിൽ പ്രൈ കേരളയിലൂടെ ലഭിക്കുന്ന ദൈവിക ആലോചനകൾ വളരെ വിലപ്പെട്ടതാണ്. എക്ലെഗോ, the word chosen, തിരഞ്ഞെടുക്കപ്പെട്ടത്. അതിന് തത്തുല്യമായി ഗ്രീക്ക് ഭാഷയിൽ കൊടുത്തിരിക്കുന്ന വാക്ക് എക്ലെഗോ, EKLEGO എഴുതി വെക്കുന്നവർ വീണ്ടും EKLEGO എക്ലെഗോ. പക്ഷേ അത് രണ്ട് വാക്കുകൾ ഒന്നിച്ചു കൂടിയിട്ടുണ്ട്. എക് അധികം ലെഗോ. എക് എന്ന വാക്കിന്റെ അർത്ഥം, the word എക്ലെഗോ comprises of two words. എക്ലെഗോ, എക് plus lego. എക് means out, പുറത്ത്. ലെഗോ means I say, I speak, I call out. രണ്ടും കൂടെ ഒന്നിച്ചു വരുമ്പോൾ when we put together, personally I have called you out. നിന്നെ ഞാൻ വ്യക്തിപരമായി വിളിച്ച് ഇറക്കി. ശരിക്കും ഇത് മിലിറ്ററിയിൽ ഉപയോഗിച്ചിരിക്കുന്ന ഈ വാക്കിന്റെ പശ്ചാത്തലം നോക്കുമ്പോൾ this is a word most of the time used in the military line. അപ്പൊ അവിടെ പട്ടാളത്തിലെ ഉയർന്ന ഉദ്യോഗസ്ഥർ നിരന്ന് നിർത്തിയിരിക്കുന്ന അവരുടെ പട്ടാളക്കാരുടെ ഇടയിൽ വന്നിട്ട് പ്രത്യേക ആളുകളെ വിളിച്ച് അവരുടെ പേര് ചൊല്ലി വിളിച്ചിറക്കുമായിരുന്നു. അപ്പൊ മലയാളത്തിലോ ഞാൻ നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു, ഐ ഹാവ് കോൾഡ് യു ഔട്ട് എന്ന് ഇംഗ്ലീഷിൽ പറയുമ്പോഴും നമുക്ക് അതിന് അകത്തെ അർത്ഥം, അത് എന്തുമാത്രം ആഴമേറിയ അർത്ഥത്തിലാണ് അത് ഉപയോഗിച്ചിരിക്കുന്നത് നമുക്ക് സാധാരണഗതിയിൽ പിടികിട്ടാറില്ല. നമ്മളെപ്പോഴും പറയും, ഓ ദൈവം എന്നെ വിളിച്ചു, ദൈവം എന്നെ വിളിച്ചു, ദൈവം എന്നെ വിളിച്ചു എന്നുള്ളത് നമ്മൾ അങ്ങനെ തന്നെ അതിനേക്കാളെത്തുന്നത്. അതിനേക്കാൾ നമുക്ക് പ്രാധാന്യമായിട്ട് ഒരു ലോട്ടറി കിട്ടിയെന്ന് പറയുന്നു. പക്ഷെ ഓർക്കണം, സകലത്തെയും സൃഷ്ടിച്ച ദൈവം, the creator God has come to me and to you very personally and called you out. Amen. To be a chosen one for God. ദൈവത്തിനു വേണ്ടി വിശേഷമായ ഒരു വസ്തു, ഒരു ജീവിതമായിരിക്കേണ്ടതിന് സൃഷ്ടിതാവാം ദൈവം എന്റെയും നിന്റെയും അടുത്ത് വന്നാണ് എൻ്റെ പേര് ചൊല്ലി എന്നെ വിളിച്ചിറക്കി, എന്നെ അവന്റെ സ്വന്തമാക്കി. എത്ര ഭാഗ്യമാണ്. ഇന്നലെ നമ്മൾ ധ്യാനിച്ചത് ഓട്ടക്കളത്തിൽ ഓടുന്നവര് ഒരുപാട് പേര്, പക്ഷെ ഒരാളാണ് ആ ഫസ്റ്റ് പ്രൈസ് നേടുന്നത്. ഇവിടെ നോക്കിക്കുക, ധാരാളം ആളുകൾ, ഭൂമി മുഴുവൻ ജനം കൊണ്ട് നിറഞ്ഞിരിക്കുക. 850 കോടി ജനമുള്ള ഈ ഭൂമിയിൽ നമുക്ക് മനസ്സിലാക്കാൻ, ക്യാൻ വി കോംപ്രിഹെൻഡ് വാട്ട് ആക്ച്വലി വി ആർ ഡിസ്കസിങ് ടുഡേ? നമ്മൾ ഇന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാര്യം നമുക്ക് ശരിക്കും ഗ്രഹിക്കാൻ പറ്റുമോ? സകലത്തെയും സൃഷ്ടിച്ച ദൈവം, പക്ഷേ ഒരു പൂവെടുത്ത് കഴിയുമ്പോൾ നമ്മൾ അതിന്റെ ആ സൗന്ദര്യത്തിന്റെ മുമ്പിൽ, അതിന്റെ കേർവ്, അതിന്റെ ദൈവം ഷേപ്പ് ചെയ്തിരിക്കുന്നത് കണ്ടുമ്പോൾ നമ്മൾ അതിശയിച്ചു. ഒരു ഇല, പ്ലാവിന്റെ ഇല, ഒരിക്കലും പ്ലാവിന്റെ ഇല പോലെ കറിവേപ്പിന്റെ ഇലയ്ക്കാകാൻ പറ്റില്ല. പ്ലാവിന്റെ ഇലയ്ക്ക് പ്ലാവിന്റെ ഇലയ്ക്കുള്ള മണമുണ്ട്, കളർ വ്യത്യാസമുണ്ട്, ഷേപ്പ് വ്യത്യാസമുണ്ട്. കറിവേപ്പിന്റെ ഇലയ്ക്ക് അതിൻ്റെതായ ഷേപ്പ് ഉണ്ട്, അതിൻ്റെതായ മണമുണ്ട്.
എന്നെ ശ്രദ്ധിക്കൂ, ഒരു ശാസ്ത്രത്തിന് ഇതിനെ ഉളവാക്കിയെടുക്കാൻ എനിക്ക് പറ്റിയില്ല. പക്ഷെ യേശുവിന്, ഐ ടെൽ യു, രോഗം പിടിച്ചു കിടന്നപ്പോൾ, ആർക്കും വേണ്ടാതെ കിടന്നപ്പോൾ, ഈ യേശു നമ്മുടെ അടുത്തേക്ക് വന്നിട്ട് നമ്മളെ തട്ടി വിളിച്ചിട്ട്, മോനെ എനിക്ക് നിന്നെ ആവശ്യമുണ്ട്. I heard that voice very personally in my life. Have you ever heard the voice of God in your life? That Jesus is calling you to be his property. തന്റെ സ്വത്തായി മാറേണ്ടതിന് യേശു താങ്കളെ വിളിക്കുന്നത് താങ്കൾ എപ്പോഴെങ്കിലും ഇതിനോടകം കേട്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ പ്രൈം കേരളയിലൂടെ യേശു ഞങ്ങളിലൂടെ താങ്കളെ വിളിക്കുക. എന്തിനു വേണ്ടി? യേശുവിന്റെ സ്വന്തമായി മാറേണ്ടതിന്. ഒരുപാട് അർത്ഥങ്ങൾ, ഒരുപാട് ആശയങ്ങൾ ഇതിനകത്തുണ്ട്. പക്ഷെ നമ്മുടെ മുമ്പിൽ സമയത്തിന്റെ പരിമിതി ഉണ്ടെന്ന് ധാരാളം പ്രാർത്ഥനാ വിഷയങ്ങൾ നമ്മുടെ മുമ്പാകെ വന്നിട്ടുണ്ട്. മറ്റൊന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഇന്ന് ഇത്രയും നമുക്ക് ഗ്രഹിക്കാം. എൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ ഉണ്ടെങ്കിലും, എന്തൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നെങ്കിൽ, whatever is happening in my life, I am chosen by God. ഞാൻ ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടോ. ഇനിയും കരഞ്ഞുകൊണ്ടിരിക്കേണ്ട, ഇനിയും വിഷമിച്ചിരിക്കേണ്ട, ഇനിയും നിരാശപ്പെട്ടിരിക്കേണ്ട. You don't have to spend your life in despair, in pain and anxiety, because God has chosen you very specifically. Psalms 139. Can you read, Pastor? 139 സങ്കീർത്തനത്തിന്റെ 15, 16, 17, 18 വാക്യങ്ങളോടൊന്ന് വായിക്കാമോ? എന്നിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. Psalms 137 verses 15, 16 and 17. ഞാൻ രഹസ്യത്തിൽ ഉണ്ടാക്കപ്പെടുകയും ഭൂമിയുടെ അധോഭാഗങ്ങളിൽ നിർമ്മിക്കപ്പെടുകയും ചെയ്തപ്പോൾ എൻ്റെ അസ്ഥികൂടം നിനക്ക് മറവായിരുന്നില്ല. ഞാൻ പിണ്ഡാകാരമായിരുന്നപ്പോൾ നിന്റെ കണ്ണെന്നെ കണ്ടു. നീ നിയമിക്കപ്പെട്ട നാളുകളിൽ ഒന്നുമില്ലാതെ ഇരുന്നപ്പോൾ അവയെല്ലാം നിന്റെ പുസ്തകത്തിൽ എഴുതിയിരുന്നു. I will praise you, for I am fearfully and wonderfully made. Marvelous are your works, and that my soul knows very well. My frame was not hidden from you. You know, my frame. ഞാൻ ഒന്നുമല്ലാതിരുന്നപ്പോൾ, when I was just a mangle of flesh, ഞാനൊരു മാംസപിണ്ഡമായിരുന്നപ്പോൾ, Bible says, the man of God says, my Lord, my Creator knew me. And he has chosen me very specifically. ജെറമ്യ 1:4-5 നമ്മൾ വായിച്ചത്, ജെറമ്യാവിനോട് കർത്താവ് പറഞ്ഞത് എങ്ങനെയാ? You are chosen for a great purpose. കരഞ്ഞുകൊണ്ടിരിക്കാനല്ല താങ്കളെ വിളിച്ചത്, വേദനിച്ചുകൊണ്ടിരിക്കാനല്ല. എല്ലാവരാലും ചവിട്ടി താഴ്ത്തപ്പെട്ട് എല്ലാ ഭൂതങ്ങളും എല്ലാ പിശാചുക്കളും സകലതും കൂടെ കയറി മറിഞ്ഞ് നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ജീവിതമായിരിക്കാൻ അല്ലല്ലോ താങ്കളെ ദൈവം വിളിച്ചത്. യേശുവിൻ്റെ മഹത്വം താങ്കളിലൂടെ വെളിപ്പെടുത്താനാണ്. ഒരുപക്ഷെങ്കിൽ ആക്സിഡന്റിലോ മറ്റു രോഗങ്ങളിലോ തളർന്നു കിടക്കുന്ന വ്യക്തിയാകാം. നാവിന് കുഴപ്പമില്ലായിരിക്കും, ശരീരം മുഴുവൻ, അല്ലെങ്കിൽ അര മുതൽ താഴോട്ട്, അല്ലെങ്കിൽ കൈകാലുകൾ, അല്ലെങ്കിൽ കണ്ണിന്റെ കാഴ്ച പോയി കാണും, അല്ല ചെവി പോയി കാണും, അല്ല ഹൃദയത്തിന് കേട് കാണും, ക്യാൻസർ കാർന്ന് തിന്നുന്നുണ്ടാകും, എല്ലുകൾ പൊടപട ഒടിയുന്നുണ്ടാകും. You may be affected and afflicted with several things in life, both sickness and financial crisis and all sorts of unwanted stuff happening around. But I tell you, you are chosen by the Lord for a great purpose. ദൈവം താങ്കളെ തെരഞ്ഞെടുത്തു ഉയർന്നൊരു ഉദ്ദേശത്തിന് വേണ്ടി. നമുക്കൊന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. You are chosen by the Lord. വേറെ എല്ലാം ഒന്ന് മറന്നേ, ഒരു നിമിഷം ബാക്കി എല്ലാം ഒന്ന് മറന്നേ, എന്നോട് ചേർന്ന്. If you can stand up on your feet where you are, whether it be in the hospital or in your house or in your office, wherever it be, എവിടെയും ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നെങ്കിലും എഴുന്നേറ്റ് നിൽക്കാൻ കഴിയുമെങ്കിൽ എഴുന്നേറ്റ് നിന്ന്, രണ്ട് കരവും ചലിപ്പിക്കാൻ കഴിയുമെങ്കിൽ ചലിപ്പിച്ച്, അല്ലെ ഉയർത്തിക്കൊണ്ട് ഉറക്കെ ഉറക്കെ എന്നോട് ചേർന്ന് പറയുക. രോഗത്തിൽ നിന്ന് അല്പനേരത്തേക്ക് കണ്ണു മാറ്റിക്കുക, ആ സാമ്പത്തിക കെടുതിൽ അല്പനേരത്തേക്ക് കണ്ണുകൾ മാറ്റിക്കുക, ചുറ്റും ആഞ്ഞടിക്കുന്ന കൊടുങ്കാറ്റിൽ നിന്ന് അല്പനേരത്തേക്ക് കണ്ണു മാറ്റിയിട്ട് ആ രക്ഷിതാവാം യേശുവിന്റെ അടുക്കിലേക്ക് ഏത് ഇരുട്ടിലും ഏത് വെളിച്ചത്തിലും ഏത് രാത്രിയിലും ഏത് സമയത്തും നമ്മളുടെ അടുത്ത് ഇറങ്ങി വന്ന്
നമ്മെ പേര് ചൊല്ലി നമ്മെ തനിക്ക് വേണ്ടി വേർതിരിച്ച ആ യേശുവിന്റെ മുഖത്ത് നോക്കിക്കൊണ്ട് എന്നോട് ചേർന്ന് ഏറ്റുപറ, ദൈവത്താൽ ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ്. I'm chosen by God. I'm chosen by God. I'm chosen by God for a great purpose. ഞാൻ ഉയർന്ന ഉദ്ദേശത്തിനു വേണ്ടി ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാ. ചേർന്ന് ആവർത്തിച്ചൊന്ന് പറഞ്ഞ് ഹൃദയത്തിൽ വിശ്വസിച്ചുകൊണ്ട് ആ വചനം ഒന്ന് ഉറക്കി ഒന്ന് വിളിച്ചു പറ, I'm chosen by God for a great purpose. ഞാൻ ഉയർന്ന ഉദ്ദേശത്തിനു വേണ്ടി ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ജീവിതമാ. രണ്ട് കരവും ഉയർത്തി ആവർത്തിച്ച് ഒന്ന് ഏറ്റുപറഞ്ഞ് ആ മുറിക്കകത്ത് മുഴുവൻ, ആശുപത്രിക്കകത്ത്, നമ്മുടെ ശരീരത്തിലേക്ക് നമ്മൾ തന്നെ സംസാരിച്ചാട്ട്. മാനസികമായി തളർന്ന ജീവിതത്തിലായിരിക്കും ഇന്ന് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പക്ഷെങ്കിൽ ഈ ദൈവവചനത്തിന്റെ സത്യം ഹൃദയത്തിന്റെ ഭാഷയിൽ ഒന്ന് ആവർത്തിച്ചൊന്ന് ഏറ്റുപറഞ്ഞ് അത്ഭുത വിടുതലുകൾ സംഭവിക്കുന്നു. യു ആർ ക്രിയേറ്റിംഗ് എ ന്യൂ അറ്റ്മോസ്ഫിയർ around you and over your life by confessing before the Lord, believing in Him that you are chosen by God for a greater purpose. വലിയ ഉദ്ദേശത്തിന് വേണ്ടി ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് ഞാൻ എന്ന് അവരവർ ഏറ്റുപറയുമ്പോൾ നമ്മുടെ ജീവിതം ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ഒരു പുതിയ അന്തരീക്ഷത്തെ നമ്മുടെ മേലും നമുക്ക് ചുറ്റും നമ്മൾ സൃഷ്ടിക്കുകയാണ്. We are creating a new atmosphere, an atmosphere of miracle. അത്ഭുതത്തിന്റെ ഒരു അന്തരീക്ഷം നമ്മൾ ദൈവവചനത്തിന്റെ ഏറ്റുപറച്ചിലൂടെ ഉണ്ടാക്കുകയാണ്. യെസ്, അവിടെ ഉണ്ടാകട്ടെ. ഓരോ ജീവിതത്തിന്റെ മേൽ അത്ഭുതത്തിന്റെ ഒരു അന്തരീക്ഷം ഉണ്ടാകട്ടെ. അത്ഭുതത്തിന്റെ അന്തരീക്ഷം ഉണ്ടാകട്ടെ. I create an atmosphere of miracles over people around them, and wherever they are, Lord, I call out in Jesus' name an atmosphere of miracles. അത്ഭുതത്തിന്റെ ഒരു പ്രതലം അവിടെ ഉണ്ടാകട്ടെ. അത്ഭുതത്തിന്റെ ഒരു പ്രതലം അവിടെ ഉണ്ടാകട്ടെ. That people will know that they are chosen by God for a greater purpose. കർത്താവേ, ഓരോരുത്തരും ഞങ്ങളെ വിളിച്ചിരിക്കുന്നത് വലിയ ഉദ്ദേശത്തിന് വേണ്ടിയാണെന്ന് തിരിച്ചറിയേണ്ടതിന് അവിടുന്ന് നന്മയ്ക്കായി അടയാളങ്ങൾ ഇന്ന് പകൽ ചെയ്യുക. ഈ ശുശ്രൂഷ തീരുന്നതിന് മുമ്പ് അവരുടെ ശരീരങ്ങൾ ദൈവ തേജസ് ഇറങ്ങട്ടെ. And I pray and release the power of God over the lives of people and the multitude all over the globe in Jesus' mighty name. ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ ലോകം മുഴുവനായി ദൈവത്തിന്റെ ശക്തമായ തേജസ് ഇപ്പോൾ തന്നെ ഇറങ്ങട്ടെ. ഹല്ലേലൂയ. കെടുതികൾ വാണ സ്ഥാനത്ത്, ദുരിതങ്ങൾ വാണ സ്ഥാനത്ത്, അനർത്ഥങ്ങൾ വാണ സ്ഥാനത്ത് ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ അത്ഭുതത്തിന്റെ അന്തരീക്ഷം ഉളവായി വരട്ടെ. യേശുവിന്റെ നാമത്തിൽ അസാധാരണമായ ദൈവപ്രവൃത്തി ഇപ്പോൾ തന്നെ അവരിൽ വെളിപ്പെടട്ടെ. Unusual miracles would take place right now in Jesus' mighty name. Financial breakthrough I declare in the name of Jesus over the lives of people all over the globe. യേശുവിന്റെ നാമത്തിൽ ലോകവ്യാപകമായി വ്യാപിച്ചു കിടക്കുന്ന പ്രൈം കേരള കുടുംബാംഗങ്ങളിൽ സാമ്പത്തിക മേഖലയിൽ ഒരു വലിയ കുതിച്ച് കയറ്റം യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. അത് ഉളവായി വരട്ടെ. Let the heaven above their heads be open in Jesus' name. അവരുടെ തലയ്ക്ക് മീതെയുള്ള പിച്ചള ആകാശം മാറിപ്പോകട്ടെ യേശുവിന്റെ നാമത്തിൽ. Every rain from heaven fall on their heads, Lord, that they will prosper and prosper and prosper. അവർ വർദ്ധിച്ച് അവർ വർദ്ധിച്ച് അവർ വർദ്ധിച്ച് അവർ വർദ്ധിച്ച് അവർ വർദ്ധിച്ച് അവർ വർദ്ധിച്ചു വരട്ടെ. Yes, Lord. ആരോഗ്യത്തിൽ വർധനവുണ്ടാകട്ടെ, ദീർഘായുസ്സുണ്ടാകട്ടെ, ഭയം മാറിപ്പോകട്ടെ. ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. ക്യാൻസർ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ, സൗഖ്യമാകട്ടെ. ഹൃദ്രോഗങ്ങൾ യേശുവിന്റെ നാമത്തിൽ മാറട്ടെ. കുട്ടികളുടെ പഠനം യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ. I bless the education of children in Jesus' mighty name. Lord, I pray that you will fill them with the spirit of excellence, Lord. മുതിർന്നു വരേണ്ടതിന്, ശോഭയുള്ളതായി മാറേണ്ടതിന് അവിടുത്തെ ആത്മാവിനാൽ അവരെ നിറയ്ക്കൂ. And I pray, Father, that you will surround everyone with your glory. ഓരോരുത്തർക്കും ചുറ്റുമായി അവിടുത്തെ മഹത്വത്തിൽ അവരെ മറയ്ക്കണം എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. Oh, hallelujah. Let's sing together. Oh,
Jesus, I love you. I love you. Jesus. Jesus. One more time. Jesus. ആ കരങ്ങൾ ഉയർത്തി അത്ഭുത നാമം ഒന്ന് ഉറക്കെ. One more time. Jesus. Repeat the same. Jesus. One more time. Jesus. Oh yes. Let's sing together one more time. Jesus. അടങ്ങിയിരിക്കരുത്, ഉറക്കെ ഒരിക്കൽ കൂടെ എല്ലാവരും ചേർന്ന് Oh yes Lord. ദൈവത്തിന് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാവരും ചേർന്ന് അഭിമാനത്തോടെ ആ നാമത്തെ ഒരിക്കൽ കൂടെ ഉയർത്തി Jesus, holy and anointed one, Jesus, holy and anointed one, Jesus, Jesus. ഈ പാട്ട് അറിയാൻ വയ്യാത്തവർ ഇപ്പോൾ തന്നെ ചേർന്ന് പാടി പഠിച്ചുകൊണ്ട് ഇന്ന് തിരുവനന്തപുരത്ത് ഉച്ച കഴിഞ്ഞ് നമുക്ക് ഈ പാട്ട് പാടണം ചേർന്ന്. ആവർത്തിച്ച് ചേർന്ന് holy and anointed, holy and anointed one, Jesus, holy and anointed one, holy and anointed one, Jesus, holy and anointed one, holy and anointed one, Jesus, holy and anointed one, holy and anointed one, Jesus. Let's sing together, Jesus, Jesus. Let's sing together, Jesus. Pray Kerala family as a whole, Jesus. Lord, we call upon your name, Jesus. Holy and anointed one, Jesus. Holy and anointed one, Jesus. Your name is like honey on my lips, your spirit like water to my soul, your word is a lamp to my feet. Jesus, I love you.
love you, Jesus, Jesus. ഗുഡ് മോർണിംഗ് പാസ്റ്റർ. Praise God, അജിതേ. പാസ്റ്റർ ഇന്ന് ലാസ്റ്റ് പറഞ്ഞ പോലെ അത്ഭുതത്തിന്റെ പ്രതലത്തിലേക്ക് കയറിയ God is creating all over the globe a sphere of miracles. എല്ലായിടത്തും ഞാൻ ദൈവത്തിൻ്റെ ആത്മാവിൽ അത് മനസ്സിലാക്കുന്ന ലോകത്തിൽ ഏത് ദൈവമക്കളോട് സംസാരിച്ചാലും അവർ പറയുന്ന ഒരു വാക്ക് അത് യേശു എപ്പോഴും അവരുടെ ജീവിതത്തിൽ, നമ്മുടെ ജീവിതത്തിൽ, ലോകത്തിൻ്റെ മുഴുവൻ രാഷ്ട്രങ്ങളിൽ അത്ഭുതങ്ങളുടെ ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കുന്ന നമ്മൾ ചെയ്യേണ്ടത് യേശുവിൽ വിശ്വസിച്ച് അവിടുത്തെ സന്നിധിയിലേക്ക് ചെല്ലുക മാത്രം. താങ്ക് യു ഫോർ റിഫ്ലക്റ്റിംഗ് ദാറ്റ്. താങ്ക് യു. ഈ അത്ഭുതത്തിന്റെ പ്രതലം അനുഭവിച്ച, പ്രേയിങ് കേരളയിലൂടെ അനുഭവിച്ച ചില വ്യക്തികളുടെ അനുഭവങ്ങളാണ് ഞാനിവിടെ വായിക്കാൻ പോകുന്നത്. യെസ്, കം ഓൺ. മാവേലിക്കരയിൽ നിന്ന് സുജ ജോസഫ് എന്ന ആൻറ്റി വിളിച്ചിരുന്നു. ആ ആൻറ്റി വിളിച്ചിട്ട് പറഞ്ഞ ആ ആൻറ്റിക്ക് 1 കോടി രൂപയോളം ലഭിക്കാനുണ്ട്, ഒരു വ്യക്തിയിൽ നിന്ന് ലഭിക്കാനുണ്ട്. അപ്പോൾ അതിന് യാതൊരു മറുപടി ഇല്ലാതെ വളരെയേറെ വിഷമിച്ചിരിക്കുന്ന സാഹചര്യത്തിലാണ് ഈ പ്രേയിങ് കേരളയിൽ വിളിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തത്. അതിൻ്റെ ഫലമായി അതിൻ്റെ തുടക്കം എന്നവണ്ണം 2 ലക്ഷം രൂപ ആ വ്യക്തി എത്രയും പെട്ടെന്ന് തന്നെ തിരികെ എന്നിട്ട് ആ വ്യക്തി പറഞ്ഞു എത്രയും വേഗം, കഴിവതും എത്രയും വേഗം ആ മറുപടി ഇല്ലാതെ കിടന്ന തുകയുടെ ബാക്കി കൊടുക്കാമെന്നുള്ള ഉറപ്പ് നൽകി. എനിക്ക് ഒരു കാര്യം നന്നായിട്ട് അറിയാം. പ്രേയിങ് കേരള ഫെബ്രുവരി 1 തുടങ്ങിയതിന് ശേഷം ആയിരക്കണക്കിന് ആളുകൾ ആത്മഹത്യയിൽ നിന്ന് പുറത്തു വന്നു. ഇവിടെ വിഷക്കുപ്പി എടുത്ത് ഒരു കയ്യിൽ പിടിച്ചുകൊണ്ട് ടെലഫോണിൽ ഇവിടെ സംസാരിച്ച ആളുകളുണ്ട്. കടം കോടിക്കണക്കിന് രൂപയുടെ കടം. 1 രൂപ കടമാണെങ്കിലും 10,000 കോടി കടമാണെങ്കിലും കടം തന്നെ, അതെല്ലാവരെയും ബാധിക്കും. പക്ഷേ അതിൻ്റെ നടുവിലേക്ക് ഇറങ്ങി വന്ന് ഒരു മറുപടി ഉണ്ടാക്കി തന്ന യേശു, അജിത്തെ, അത് തന്നെ ഇന്ന് രാവിലെ എന്തുകൊണ്ടാണ് യേശു അങ്ങനെ ചെയ്തത്? Because you are chosen and I am chosen and we are chosen by God for a greater purpose. കടത്തിനകത്ത് മുങ്ങി നശിക്കാനല്ല നമ്മളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മളെ ദൈവം തെരഞ്ഞെടുത്തിരിക്കുന്നത് ഒരു വലിയ ഉദ്ദേശത്തിന്. ഇന്ന് മുഴുവൻ അത് നേറ്റു പറയണം. ഞാൻ ദൈവത്തിന്റെ വലിയ ഉദ്ദേശങ്ങൾക്ക് വേണ്ടി ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ്. കമോ പക്ഷേ അതുപോലെ കാട്ടാക്കടയിൽ നിന്ന് ഷീബ എന്ന സിസ്റ്റർ വിളിച്ചു. ആ സിസ്റ്ററുടെ മാമന്റെ ലൈഫിൽ വളരെയേറെ ബുദ്ധിമുട്ടുകളിൽ കടന്നുപോയി. ആ മാമനും ഭാര്യയും പിണങ്ങി ജീവിക്കുകയായിരുന്നു. പക്ഷെങ്കിൽ പ്രേയിങ് കേരളയിൽ വിളിച്ച് പ്രാർത്ഥിച്ചു. അവരുടെ ജീവിതം ശുഭഭാവിയിലേക്ക് കടന്നു വന്നു. അവർ ഒരുമിച്ച് ഇപ്പോൾ ജീവിക്കും. പ്രേയിങ് കേരള കുടുംബത്തിൽ ഞങ്ങൾ പ്രേയിങ് കേരള കുടുംബ പ്രശ്നങ്ങളുടെ പേരുകൾ ഞങ്ങൾ എടുത്ത് സാധാരണഗതിയിൽ പറയാറില്ല. 100 കണക്കിന് കുടുംബങ്ങൾ യേശുവിൽ അനുഗ്രഹിക്കപ്പെടുന്നത് കാണാൻ ഈ ശുശ്രൂഷ കർത്താവിടെയാക്കുന്നത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അജിത്തെ, അതിൻ്റെ കാരണം വളരെ ക്ലേശങ്ങളിലൂടെ പോകുന്നവർ പോലും പ്രാർത്ഥന കേരളത്തിൽ അവരുടെ സ്വന്തമായി അവരുടെ ഹൃദയത്തിൽ ഏറ്റി അവർ രാവും പകലും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. എത്ര ശ്രേഷ്ഠരായ ദൈവഭക്തന്മാർ ഏതെല്ലാം രാജ്യങ്ങളിൽ ദൈവമക്കൾ ഈ ശുശ്രൂഷയ്ക്കായി പ്രാർത്ഥിക്കുന്നു, ഞങ്ങളോടൊപ്പം യാത്ര ചെയ്യുന്നു. ഞങ്ങളുടെ ഷൂസിൽ താങ്കളും നടക്കുവാൻ കാട്ടുന്ന മനസ്സിന്, ഞങ്ങളുടെ ഭാരങ്ങൾ ഞങ്ങളോട് ചേർന്ന് വഹിക്കുവാൻ, ഞങ്ങൾക്ക് വേണ്ടി ദൈവസന്നിധിയിൽ ഇടിവിൽ നിൽക്കുവാൻ താങ്കൾ കാട്ടുന്ന നല്ല മനസ്സിന് ഹൃദയമായ നന്ദി അറിയിക്കുന്നു. ഇന്നലെ 7:15 ചെങ്ങന്നൂരിൽ നിന്ന് അനു എന്ന് പറയുന്ന ഒരാൾ അവരിവിടെ വരും. ഒരുപാട് അത്ഭുതങ്ങൾ അവർക്ക് പറയാനായിട്ടുണ്ട്. അവർ പറഞ്ഞൊരു വാചകം ഇങ്ങനെയാണ്: പ്രേയിങ് കേരളയിൽ വിളിച്ച് പ്രാർത്ഥിച്ച ഓരോ വിഷയത്തിനും കർത്താവ് മറുപടി നൽകി. അപ്പൊ അടുത്തത് പറയുന്നതിന് മുമ്പ് ആ വ്യക്തിയുടെ കസിൻ ബ്രദർ റെനി കുവൈറ്റില് വെന്റിലേറ്ററിൽ ICUവിൽ കിടക്കുകയാണ്. നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. ഇന്നലെ നമ്മൾ പ്രത്യേകം പ്രാർത്ഥിച്ച ഒരു വ്യക്തിയാണ്. ട്രിവാൻഡ്രത്ത് മരം വീണ് ആ രക്ഷാപ്രവർത്തനത്തിനിടയിൽ ബക്കറ്റ് പൊട്ടി വീണ് തലയ്ക്ക് കാര്യമായ പരിക്കേറ്റ, ബ്രെയിനകത്ത് രക്തം ബ്ലീഡിങ് നിൽക്കുന്നില്ല. നമുക്ക് പ്രാർത്ഥിക്കാം. ആ ചെറുപ്പക്കാരനെയും യേശു സൗഖ്യമാക്കും. നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ യേശുവിൻ്റെ നാമത്തിൽ കുവൈറ്റിലായിരിക്കും, വെന്റിലേറ്ററിലായിരിക്കുന്ന ആ പ്രിയ റെനിക്കായി ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ യേശുവിൻ്റെ നാമത്തിൽ പൂർണ്ണ സൗഖ്യം ഇപ്പോൾ അവിടെ ഉണ്ടാകട്ടെ. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ എന്ന അങ്ങയുടെ വചനത്തെ ഞങ്ങൾ ആ മകൻ്റെ മേൽ ഇപ്പോൾ അയക്കുന്നു. കർത്താവേ, ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലെ ICUവിൽ വളരെ ഗൗരവമായ ഗുരുതരാവസ്ഥയിലായിരിക്കുന്ന ആ മകന്റെ മേൽ യേശുവിൻ്റെ വചനത്തെ ഞങ്ങൾ അയക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അവിടെ സൗഖ്യം ഉണ്ടാകട്ടെ. യേശുവിൻ
നാമത്തിൽ പിതാവേ. പാസ്റ്റർ, തിരുവനന്തപുരത്ത് നിന്ന് ജോൺസൺ എന്ന വ്യക്തി വിളിച്ചു. 3 ദിവസത്തിന് മുമ്പ് വളരെയധികം ചെവിവേദനയാൽ ഭാരപ്പെട്ടിരുന്നു. പ്രാർത്ഥിക്കുന്ന കേരളത്തിൽ വിളിച്ചു പ്രാർത്ഥിച്ചു. പൂർണ്ണ സൗഖ്യം ദൈവം നൽകി. യേശു പൂർണ്ണ സൗഖ്യം നൽകി. ഇതുപോലെ അനേകം വിടുതലുകളുടെ ലിസ്റ്റ് നമ്മുടെ കയ്യിലുണ്ട്. ഇന്നലെ നമ്മൾ പ്രാർത്ഥിച്ച് പാസ്പോർട്ടിന്റെ കാര്യത്തിൽ വളരെ നാളുകളായി പ്രയാസത്തിലൂടെ പോയിക്കൊണ്ടിരുന്ന പാസ്പോർട്ട് ലഭിച്ച് തടസ്സം ദൈവം മാറ്റി. ഈ യേശു അത്ഭുതങ്ങളുടെ കർത്താവ്. ഇന്ന് താങ്കൾക്ക് വേണ്ടി ഈ യേശു അത്ഭുതത്തെ പ്രവർത്തിക്കും. ഷീല സിംസൺ എന്നാണ് വിളിച്ചു പറഞ്ഞിരിക്കുന്നത്. ലാപ്ടോപ്പും വിലപിടിപ്പുള്ള സാധനങ്ങൾ, വീടിന്റെ കീ മുതലായവ നഷ്ടപ്പെട്ട് മരുമകന്റെ പക്കൽ നിന്ന് ഇന്നലെ അത് SMS ആയിട്ട് ഇവിടെ രാത്രി ഇവിടെ വന്നു. ഡൽഹിയിൽ ഈ ഷീല സിംസന്റെ മരുമകന്റെ പക്കൽ നിന്ന് ഒരു ബാഗ് കാറിനകത്തുനിന്ന് മോഷ്ടിച്ചു. അതിനകത്ത് ലാപ്ടോപ്പ്, ഐപാഡ്, ഒരുപാട് വിലപിടിപ്പുള്ള താക്കോലുകൾ, ഡോക്യുമെന്റ്സ് ഒക്കെ ഉണ്ട്. അത് ലഭിക്കേണ്ടതുണ്ട്. നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. യേശുവിന്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു, അത്ഭുതകരമായ നിലയിൽ അത് ഞങ്ങൾക്കത് സാധ്യമെങ്കിലും യേശുവെ അങ്ങയാല് സാധ്യം. അത് ഇപ്പോൾ തിരികെ വരട്ടെ. യേശുവിന്റെ നാമത്തിൽ അത് ഇപ്പോൾ അവരുടെ കരങ്ങളിൽ വരട്ടെ. യേശുവിൻ നാമത്തിൽ ദുഷ്ടനോട് അതിൽ തുടരുത് എന്ന് ഞാൻ യേശുവിൻ നാമത്തിൽ കൽപ്പിക്കുകയും ആ വിലക്ക് അതിൻ്റെ മേൽ ഏർപ്പെടുത്തുകയും ചെയ്യുന്നു. അവരുടെ മേൽ, അവരുടെ കരങ്ങളിൽ തന്നെ അത് വരട്ടെ. യേശുവിൻ നാമത്തിൽ പിതാവേ. സ്വഭാവം മാറിപ്പോകട്ടെ. പൂർണ്ണ സൗമ്യതയുള്ള മനുഷ്യനായി തീരുവാൻ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ആ കർത്താവെ, ഫ്രണ്ടിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കടബാധ്യതകൾ പൂർണ്ണമായി മാറുവാൻ, സ്വർഗത്തിലെ കലവറ തുറന്ന സ്ഥലം പോരാതെ വരുവോളം നന്മ കൊണ്ട് നിറച്ചതിന്റെ മകനെ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ. പ്രിയ പിതാവേ, അലിൻ പൂത്രം വിളിച്ചിരിക്കുന്നു. കുവൈറ്റിൽ പോകുവാൻ ശ്രമിക്കുന്നു. വിസ ലഭിക്കുവാൻ പ്രാർത്ഥിക്കണം. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ മകനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. തടസ്സകാരണമായി കിടക്കുന്ന സകല ശക്തിയും യേശുവിന്റെ നാമത്തിൽ തന്നെ മകൻ ജീവിതം വിട്ട് പുറത്തു പോകട്ടെ. എത്രയും പെട്ടെന്ന് വിസ ലഭിപ്പാണ്ടൊക്കെ വേണം ഇടയാകട്ടെ യേശുവിൻ നാമത്തിൽ. പ്രിയപിതാവേ, സൂസൻ ചിങ്ങവനത്തുനിന്ന് വിളിച്ചിരിക്കുന്നു. ഇന്ന് ആന്റിയുടെ 67ാമത്തെ ബർത്ത്ഡേ ആണ്. ആന്റി തൈറോയ്ഡ്, BP, ഷുഗർ എന്നിവയാൽ ഭാരപ്പെടുന്നു. തൈറോയിഡിന് മരുന്ന് കഴിക്കുമ്പോൾ ഷുഗർ 130 നിന്നും 370 ആകും. മകൻ സനുവിൻ ഖത്തറിലാണ്. 30 വയസ്സ്, വിവാഹം നടക്കണം, പ്രാർത്ഥിക്കണം. പ്രത്യേക ആൻറ്റിക്ക്, സൂസൻ ആൻറ്റി, പ്രിയങ്കരയുടെ വകയെ ആൻറ്റിക്ക് എല്ലാവിധ ജന്മദിന ആശംസകളും നേരുന്നു. പ്രത്യേക കർത്താവെ, ആൻറ്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവെ, തൈറോയ്ഡ്, BP കർത്താവെ അത് യേശുവിൻ്റെ നാമത്തിൽ നോർമലാകട്ടെ. ഷുഗർ ലെവൽ കർത്താവെ യേശുവിൻ്റെ നാമത്തിൽ നോർമലാകട്ടെ. പ്രത്യേക ആ മകന് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഒരു നല്ലൊരു വിവാഹം കർത്താവെ അവന് കൊടുത്താട്ടെ. ആ കുടുംബത്തെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ആ കുടുംബത്തെ അങ്ങ് അനുഗ്രഹിച്ചാട്ടെ. പ്രാർത്ഥനയുടെ കൃപയ്ക്കായി സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ജോർജ് വൈദ്യർ വിളിച്ചിരിക്കുന്നു. ടിറ്റോ, മകളുടെ അമ്മായിപ്പൻ ഷുഗർ കൂടുതലാണ്. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ തന്നെ ആ ലെവൽ നോർമൽ ആകട്ടെ. പൂർണ്ണ ബലത്തോടെ നിന്നെ സ്തുതിപ്പാനിടയാക്കും യേശുവിൻ നാമത്തിൽ. പ്രിയപിതാവേ, ഏലിയാമ്മ വെൺമണിയിൽ നിന്ന് വിളിച്ചിരിക്കുന്നു. മകൻ്റെ കുഞ്ഞ് ഇവയ്ക്ക് 2 വയസ്സാണ്. പിടലി നിവർന്നു നിൽക്കുന്നില്ല. ആസ്ട്രേലിയയിലാണ്. പ്രത്യേകം പ്രാർത്ഥിക്കണം കർത്താവെ. അമ്മ കുഞ്ഞിനെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പക്ഷേ കർത്താവെ, ശാരീരികമായ ഒരു വിഷമതയിലൂടെ കടന്നു പോകുമ്പോൾ കർത്താവെ യേശുവിൻ്റെ കരം ആ കുഞ്ഞിൻ്റെ മേലൊന്ന് വെച്ചാട്ട് ഒരു പൂർണ്ണ സൗഖ്യം അങ്ങ് കൊടുത്താട്ട്. കർത്താവ് ശരീരത്തിലെ സകല ബലഹീനതകളും യേശുവിൻ്റെ നാമത്തിൽ മാറട്ടെ. കർത്താവ് അങ്ങനെ ചെയ്ത കൃപയ്ക്കായി സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ട്രിവാൻഡ്രത്ത് നിന്ന് ദീപ വിളിച്ചു പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: എൻ്റെ സഹോദരൻ ബൈജു കുടുംബജീവിതം ഭയങ്കരമായ തകർച്ചയിലായിരുന്നു. അവർ പിരിഞ്ഞു നിൽക്കുകയായിരുന്നു. പ്രാർത്ഥനാ കേരളത്തിൽ പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുവാനായിട്ട് അപേക്ഷിച്ചു, പ്രാർത്ഥിച്ചു. അവർ ഒന്നിച്ച് ജീവിക്കുവാൻ തീരുമാനിച്ചു. സന്തോഷത്തോടെ ആയിരിക്കുന്നു. പ്രാർത്ഥനാ കേരളത്തിൽ പ്രാർത്ഥിച്ച എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. പൈഗ്ലി എന്ന പേരുള്ള ഒരാൾ ട്രിവാൻഡ്രത്ത് നമ്മോട് പറഞ്ഞിരിക്കുന്നത് LICയുടെ ടെസ്റ്റ് അതിന് മുമ്പായി പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങുമ്പോൾ തന്നെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി പ്രേയിങ് കേരളയിൽ വിളിച്ച് പറഞ്ഞിരുന്നു. അത് ഉയർന്ന റാങ്കോടെ പാസ്സാകുമ്പോൾ ദൈവം ഇടയാക്കി.
പ്രാർത്ഥിച്ച എല്ലാവർക്കും കർത്താവിൻ്റെ നാമത്തിൽ നന്ദി പറയുന്നു. ഞങ്ങൾ ഇതെടുത്തു പറയുന്നത് ഞങ്ങൾ മാത്രമല്ല പ്രാർത്ഥിക്കുന്നത്, നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നത്. അപ്പം പ്രാർത്ഥിക്കുന്നത് നമ്മൾക്ക് കർത്താവ് ചെയ്യുന്ന വിടുതലുകൾ കേൾക്കുന്നത് യേശുവിലുള്ള വിശ്വാസം വർദ്ധിക്കുവാനും കൂടുതൽ ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും നമുക്കത് പ്രചോദനമാകും. ദൈവം നമ്മെ തിരഞ്ഞെടുത്തിരിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശങ്ങളിൽ ഒന്ന് ദൈവത്തിനും മനുഷ്യർക്കും ഇടിവിൽ മധ്യേ നിൽക്കുവാൻ വേണ്ടിയ അമ്മ ശോഭ ആയുർവേദ ഹോസ്പിറ്റലായിരിക്കുന്നു. മകളുടെ മകൾ 4 വയസ്സ്, സംസാരശേഷിയില്ല. പ്രൈം കേരളയിലാണ് എനിക്ക് വലിയ ആശ്വാസം. എപ്പോൾ വേണമെങ്കിലും വിളിക്കാമല്ലോ. ഓരോ നിലയിലാണ് പ്രൈം കേരള എന്ന ഈ ശുശ്രൂഷ ആളുകളെ സ്വാധീനിക്കുവാൻ ദൈവം ഉപയോഗിക്കുന്നത്. നമുക്കൊരു ടെലഫോൺ വന്നിട്ടുണ്ട്, ഞാൻ ഒന്ന് എടുത്തുകൊണ്ട് ബാക്കി മുമ്പോട്ട് വരാം. ഹലോ 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 എന്തോ ആ ഹലോ ഹലോ ഹലോ, ഞാൻ ഛത്തീസ്ഗഡിൽ നിന്നാ വിളിക്കുന്നത്. ഛത്തീസ്ഗഡിൽ നിന്ന്. ഹലോ, ഛത്തീസ്ഗഡിൽ നിന്ന്. ബോലിയേ. ഞാൻ എന്റെ മോന് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് വിളിച്ചതാണ്. ഹലോ, ഞാൻ മോന് വേണ്ടി പ്രാർത്ഥിക്കാൻ വിളിച്ചതാണ്. ആന്റി വേഗം വേഗം പറഞ്ഞോളൂ. ഹലോ, എന്റെ പേര് മേഴ്സി എന്നാണ്. എന്റെ പേര് മേഴ്സി എന്നാണ്. ഓക്കെ, വേഗം അങ്ങ് പറഞ്ഞോളൂ, ഞങ്ങൾക്ക് കേൾക്കാം. മോന് അവിടെ വെല്ലൂരിലെ മെഡിക്കൽ കോളേജിൽ പഠിക്കുകയാണ്. അവന് ഇത് 2 വർഷമായിട്ട് ക്ലാസ്സസിലൊന്നും പോകാതെ ഒരു ബന്ധനത്തിൽ കിടക്കുവാണ്. അവന്റെ വിളിക്കുന്നില്ല. അവന് പ്ലീസ് പ്രാർത്ഥിക്കാനായിട്ട് വിളിക്കുകയാണ്. മോന്റെ പേരൂടൊന്ന് പറയാമോ? മോന്റെ പേര് എലീഷ എന്നാണ്. എലീഷ എന്തിനാ പഠിക്കുന്നത്? മെഡിക്കൽ കോളേജിൽ MBBS പഠിക്കുകയാണ്. ഓക്കെ, തീർച്ചയായിട്ടും മിസ് മേഴ്സി, ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കാം. യേശു അത്ഭുതകരമായ നിലയിൽ ആ ചെറുപ്പക്കാരനെ വിടുവിക്കും. 100 കണക്കിന് യൗവനക്കാരെ പഠനത്തിന് വേണ്ടി കോളേജുകളിൽ പോയി ഹോസ്റ്റലുകളിൽ താമസിക്കുന്നു. കൂട്ടുകളിൽ കൂടി മദ്യത്തിനും മയക്കുമരുന്നുകൾക്കും വഴിപിഴച്ച ജീവിതത്തിനും അടിമകളായ, പ്രത്യേകിച്ചും മയക്കുമരുന്നുകളാണ് അടിമകളായ 100 കണക്കിന് ചെറുപ്പക്കാരെ യേശു വിടുവിക്കുന്നത് പ്രൈം കേരളയിൽ ഞങ്ങൾക്ക് കാണാൻ കഴിയുന്നു. പ്രാർത്ഥനയാൽ യേശു അവിടെ പ്രവർത്തിക്കും. തീർച്ചയായിട്ടും നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഇപ്പോൾ തന്നെ എലീഷനായി പ്രാർത്ഥിക്കുന്നു. അവന്റെ മേലുള്ള പൈശാചിക ആധിപത്യങ്ങൾ, മദ്യത്തിന്റെയും മയക്കുമരുന്നുകളുടെയും മറ്റെല്ലാത്തിന്റെയും ആധിപത്യങ്ങൾ ഇപ്പോൾ അവനിൽ നിന്ന് വിട്ടുമാറട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അവൻ സ്വതന്ത്രനായി തീരട്ടെ. പഠനം പൂർത്തീകരിക്കുവാൻ, എക്സൽ ചെയ്യുവാൻ അവിടുന്ന് അവർക്കിടയാക്കാം. ഈ കുടുംബം അത് നിമിത്തം ഇനി വിഷമിക്കുവാൻ അവിടുന്ന് അനുവദിക്കരുത് എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ, യേശുവിൻ്റെ നാമത്തിൽ അവരിൽ ഉല്ലാസവും സന്തോഷവും യേശുവിൻ നാമത്തിൽ ഉണ്ടാകട്ടെ. യേശുവിൻ നാമത്തിൽ ആമേൻ. കോഴഞ്ചേരിയിൽ നിന്ന് ജിനു വിളിച്ചിരിക്കുന്നു. കാലുവേദന, സാമ്പത്തികമായി ഭാരപ്പെടുന്നു, കുടുംബ ബന്ധങ്ങൾ ശരിയാവണം. പ്രിയ പിതാവേ, കർത്താവ് ജിനുവിന്റെ കുടുംബത്തിനായി പ്രാർത്ഥിക്കുന്നു. ദൈവിക സാന്നിധ്യത്താൽ ജീവിതങ്ങൾ നിറയ്ക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അവരുടെ ജീവിതത്തിൽ കർത്താവ് പ്രതികൂലമായി നിൽക്കുന്ന എല്ലാ അവസ്ഥകളിൽ നിന്നും പൂർണ്ണ വിടുതൽ അവർക്ക് അനുഭവിക്കുമാറാകട്ടെ. കർത്താവേ, ദൈവിക വിടുതലുകൾ ശാരീരികമായി മാനസികമായി അവരുടെ സമസ്ത മേഖലകളിൽ അനുഭവിപ്പാൻ പിതാവിനെ അവരെ അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ. ഗ്രേഷ്യസ് വിളിച്ചിരിക്കുന്ന 28-ാം തീയതിയിൽ ചെന്നൈയിൽ ഒരു ഇന്റർവ്യൂ ഉണ്ട്, പ്രാർത്ഥിക്കണം. കർത്താവ് ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ് ഞങ്ങളുടെ കൃപ ഈ വിഷയത്തിന് വേണ്ടി വെളിപ്പെടട്ടെ. ആ ഇന്റർവ്യൂ നന്നായി അറ്റൻഡ് ചെയ്യുവാനും കർത്താവ് ഉന്നത നിലവാരത്തിൽ അത് പാസ്സാകുവാനും സ്വർഗത്തിലെ ദൈവം സഹായിച്ചനുമാണ്. ഭാവി ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. എറണാകുളത്ത് നിന്ന് ലീലാമ്മ വിളിച്ചിരിക്കുന്നു. വാടകയ്ക്ക് കൊടുത്ത സ്ഥലത്ത് നിന്നും വാടക ലഭിക്കുന്നില്ല, അത് എത്രമേ ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്നു. പ്രിയ പിതാവേ, ഈ വിഷയത്തെ നിന്റെ പാദപീഠത്തിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവേ, നിന്റെ കരനീട്ടി ജീവിതങ്ങൾക്ക് വേണ്ടി വിടുതൽ നൽകുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഇത്രയും മുടങ്ങിക്കിടക്കുന്ന നന്മകൾ അവരുടെ കരങ്ങളിൽ ലഭിക്കുക. കർത്താവേ, നീ അവരുടെ വഴിവാതിലുകൾ തുറക്കുന്നതിനായി സ്തോത്രം. യേശുവിന്റെ ട്രിവാൻഡ്രത്തുനിന്ന് സിനി വിളിച്ചിരിക്കും. ചേച്ചിയുടെ മകൻ അമിത് രാജ് ബ്ലഡ് കൗണ്ട് കുറഞ്ഞിരിക്കുന്നു, കിംസ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ്. കർത്താവ് ഞങ്ങൾ ഒന്നിച്ച് അമിത് രാജിന് വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. പരിപൂർണമായ സൗഖ്യം ഇപ്പോൾ തന്നെ യേശുവിന്റെ നാമത്തിൽ മാൻ്റെ മേൽ വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ബ്ലഡ് കൗണ്ട് നോർമൽ ആകട്ടെ, ദൈവിക സൗഖ്യം വ്യാപരിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. കളത്തിൽപ്പടി എന്ന ഷീല എന്ന സിസ്റ്റർ വിളിച്ചിരിക്കുന്നു.
ജിസ് ഇന്റർവ്യൂ ഉണ്ട് എന്ന് അതിനായി പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്നു. അതുപോലെ മകൾ നീതു MBA ഫൈനൽ എക്സാമിന് വേണ്ടി പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്നു. പ്രിയ പിതാവേ, ഈ രണ്ട് മക്കളെ നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ ദൈവിക സാന്നിധ്യത്താൽ ഈ മക്കളെ നിറയ്ക്കുമാറാകണമേ. ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ ഇവരുടെ ജീവിതത്തിൽ അനുഭവിപ്പാൻ കർത്താവേ നീ അവരെ ഇടയാക്കുന്നതിനായി സ്തോത്രം. കർത്താവേ, ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന മകനായി പ്രാർത്ഥിക്കുന്നു. നിന്റെ കൃപ കൂടെ ഇരിക്കുമാരണമേ. ദൈവിക ജ്ഞാനത്തിൽ നിറയ്ക്കുമാറണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നല്ലൊരു എക്സലർ ആയി തീരുവാ ആ മകനെ നീ ഇടയാക്കുന്നതിനായി സ്തോത്രം. കർത്താവെ, ആ മകൾക്കായി പ്രാർത്ഥിക്കുന്നു. ആ നല്ല രീതിയിൽ കർത്താവെ എക്സാം എല്ലാം അപ്പിയർ ചെയ്യുവാൻ, കർത്താവെ ഉയർന്ന വിജയം കൈവരിക്കാൻ അവളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ. ടെലിഫോൺ വന്നിട്ടുണ്ട്. ഹലോ 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 ആ പറഞ്ഞാട്ടെ. ഹലോ, കിട്ടുന്നുണ്ടോ? ആ ഉണ്ട് വേഗം പറഞ്ഞോളൂ. ആ ഹലോ, ഞാൻ തിരുവല്ലായിന്ന് ഒരു അന്നമ്മയെ വിളിക്കുന്നേ. ആ ഹലോ 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 കേക്കാം പറഞ്ഞോട്ടെ. തിരുവല്ലായിന്ന് ഒരു അന്നമ്മയെ വിളിക്കുന്നേ. ഹലോ 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 കഴിഞ്ഞ മാസം ഒരു ആൺകുഞ്ഞിനെ കിട്ടണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. ഈ മാസം പ്രഗ്നൻ്റായി. പ്രാർത്ഥിക്കുന്ന കേരളത്തിന് നന്ദി. സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്. 3 ലക്ഷം രൂപ കടം. മകൾ LKGയിൽ ചേർന്ന് പ്രാർത്ഥിക്കാം. ഷിമ ശാസ്ത്രമംഗലത്തു നിന്ന് വിളിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ആ ഫോൺ നമുക്ക് തിരികെ വരും. നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ നാമത്തിൽ അവിടുന്ന് കൊടുത്ത വിടുതലിന് ഞങ്ങൾ നന്ദി പറയുന്നു. മാത്രമല്ല കർത്താവേ, LKG പഠിക്കുന്ന കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് അനുഗ്രഹിക്കപ്പെട്ട് സാമ്പത്തിക ക്ലേശങ്ങൾ മാറട്ടെ. 3 ലക്ഷം രൂപ കടമുണ്ട്, അത് മാറിപ്പോകണം ഞാൻ പ്രാർത്ഥിക്കുന്നു. അത്ഭുതകരമായ ദൈവപ്രവൃത്തി അവരിൽ ഉണ്ടാകട്ടെ യേശുവിൻ നാമത്തിൽ. പ്രിയ പിതാവേ, പ്രമോദേ പറഞ്ഞാണ്. പ്രമോദേ, ഇന്ന് നമ്മള് ട്രിവാൻഡ്രത്ത് ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകുന്നേരം 5:30 വരെയുള്ള സമയത്ത് ട്രിവാൻഡ്രം ഹാർവസ്റ്റ് ടെലിവിഷന്റെ ഓഫീസിൽ നമ്മൾ പ്രാർത്ഥിക്കാൻ കൂടുന്നതായിരിക്കും. ട്രിവാൻഡ്രത്തുള്ള ഓരോരുത്തരെയും കൊട്ടാരക്കരയിൽ നിന്ന് വിളിച്ച് അവിടെ കടന്നു വരണമെന്ന് ആഗ്രഹവും പ്രകടിപ്പിച്ചു. കൊല്ലത്ത് നിന്ന് ട്രിവാൻഡ്രത്ത് ഹാർവസ്റ്റ് ടെലിവിഷന്റെ ഓഫീസിന്റെ പൂർണ്ണ ഡീറ്റെയിൽസ് ഇവിടെ ഓഫീസിൽ വിളിച്ചാൽ കിട്ടും. അതുപോലെ തന്നെ ശനിയാഴ്ച 19-ാം തീയതി വെള്ളിയാഴ്ച രാവിലെ 10 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയുള്ള സമയത്ത് എറണാകുളം YMCA വെച്ച് നമ്മൾ പ്രാർത്ഥിക്കാൻ കൂടുന്നതായിരിക്കും. അതുപോലെ തന്നെ 25, 26, 27 തീയതികളിൽ നമ്മുടെ ഉപവാസ പ്രാർത്ഥന ടെലിവിഷനിലൂടെ ലൈവായിട്ട് ഇവിടുന്ന് ടെലികാസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഇന്നലെ എന്നെ ഒരു കൊല്ലത്തുനിന്ന് ഒരു ഡോക്ടർ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞത് ഇങ്ങനെയാണ്: 12 മണി വരെ ഞാൻ ഹോസ്പിറ്റലിൽ പോകും, അതിനുശേഷം അടുത്ത വണ്ടി കയറി ട്രിവാൻഡ്രത്ത് എത്തും, എനിക്ക് ആ പ്രാർത്ഥനയിൽ പങ്കെടുക്കണം. പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു ഹലോ, നമുക്ക് ആ ടെലിഫോൺ വന്നിട്ടുണ്ട്. ഹലോ 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 വേഗം പറഞ്ഞോളൂ. ഹലോ പാഷേ, എന്റെ പേര് ഞാൻ വെള്ളനാട് നിന്ന് ലളിതയാണേ. ഞാന് എന്റെ മോന്റെ ഒരു ബൈക്ക് ഒരാൾ 2 വർഷമായി എടുത്തോണ്ട് പോയി. ഇതുവരെയും എനിക്ക് കൊണ്ടു തന്നിട്ടില്ല. മസ്കറ്റിൽ ആയിരുന്നപ്പോഴേ എന്റെ മോന്റെ കൂട്ടുകാരനാ. അപ്പൊ ഇപ്പൊ മോൻ ദുബായിൽ പോയി. ബൈക്ക് വിളിച്ച് ചോദിച്ചിട്ട് കൊണ്ടുതരുന്നില്ല. അതിനു വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. തീർച്ചയായിട്ടും പ്രാർത്ഥിക്കാം. നമ്മുടെ നഷ്ടങ്ങളെ നമുക്ക് ലാഭമാക്കി തീർക്കുന്ന കർത്താവ് തീർച്ചയായിട്ടും ആ ബൈക്ക് തിരികെ ലഭിക്കുവാൻ കാര്യങ്ങൾ ചെയ്യും. നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ആ ബൈക്ക് അവർക്ക് തിരികെ ലഭിക്കട്ടെ യേശുവിൻ നാമത്തിൽ. പ്രിയ പിതാവേ, പ്രേയിങ് കേരളയിലേക്ക് ടെലിഫോണിൽ നേരിട്ട് വിളിക്കുന്നവർ ദയവായി ഞാൻ ഹലോ എന്ന് പറഞ്ഞാൽ ഉടൻ തുടർമാനമായി സംസാരിക്കുക. അതിന് ശരിയായിട്ട് ഉപയോഗിക്കേണ്ട ഒരു ഉപകരണത്തിലൂടെ അല്ല നമ്മൾ സംസാരിക്കുന്നത്. അതുകൊണ്ടാണ് താമസം വരുന്നത്. ഞാൻ ഹലോ പറഞ്ഞത് താങ്കൾ കേട്ടു എങ്കിൽ തുടർമാനമായി സംസാരിക്കുക. എനിക്ക് കേൾക്കുവാൻ കഴിയും, അത് എഴുതി വെക്കാൻ സാധിക്കും. നമ്മുടെ സമയം വളരെ വിലപ്പെട്ടതാണ്. യേശു അത്ഭുതങ്ങളുടെ കർത്താവ്. ഭർത്താവിന് ജോലി ഇല്ലാതിരുന്ന സമയത്ത് പ്രേയിങ് കേരളയിൽ വിളിച്ചു പ്രാർത്ഥിച്ചിരുന്നു മഞ്ജു കാട്ടാക്കട. യേശു അത്ഭുതകരമായി ഒരു ജോലി നൽകി. പ്രാർത്ഥന കേരളത്തിൽ എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. കാട്ടാക്കടയിൽ നിന്ന് വിളിച്ചിരിക്കുന്നു. ചേച്ചിയുടെ മകൾ ആൻസി 2 ദിവസമായി വോമിറ്റിംഗ്, ലൂസ് മോഷൻ. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ മകളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ തന്നെ പൂർണ്ണ സൗഖ്യവും ആരോഗ്യവും വീണ്ടും വരുവാൻ ഞങ്ങൾ കൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, എന്റെ മകൾ സ്വതന്ത്രയാകട്ടെ യേശുവിന്റെ നാമത്തിൽ. പ്രിയപിതാവേ, ആമേൻ. ശോശമ്മ കോട്ടയത്ത് നിന്ന് വിളിച്ചിരിക്കുന്നു. ഫ്രണ്ടിന്റെ ചേച്ചിയുടെ മകന് തലയ്ക്കകത്ത് ട്യൂമറിനാൽ ഭാരപ്പെടുന്ന കർത്താവേ, ആ മകനെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, യേശുവിന്റെ കരം നിന്റെ മകന്റെ മേലെന്ന് വെച്ചാട്ട ആ ട്യൂമർ കർത്താവ് യേശുവിന്റെ നാമത്തിൽ പൂർണ്ണ സൗഖ്യം
സൗഖ്യം പ്രാപിക്കട്ടെ. ശരീരാത്മദേഹങ്ങളെ ബലപ്പെടുത്തിയാട്ട് കർത്താവെ ഒരു പൂർണ്ണ സൗഖ്യം നിന്റെ മകന് കൊടുത്താട്ട്. പ്രാർത്ഥനയുടെ കൃപയ്ക്കായി സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. കരുണാകരൻ തിരുവനന്തപുരത്ത് നിന്ന് വിളിച്ചിരിക്കുന്നു. കിഡ്നി പ്രോബ്ലം, ഷുഗർ, BP, കൊളസ്ട്രോൾ ഉണ്ട്. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ആ മകനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ എല്ലാം നോർമലായി തീരുവാനിടയാകട്ടെ. ആ കിഡ്നി പ്രോബ്ലം ഇനി ഉണ്ടാകാതെ വണ്ണം ദൈവിക സ്വസ്ഥതയും സമൃദ്ധിയായ ജീവനും തൻ്റെ മകനിൽ വ്യക്തമായി വെളിപ്പെടുവാൻ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ചെയ്തതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ പ്രിയപിതാവേ. ആമേൻ. അഖിലയും കൂട്ടുകാരിയും ഒരു ഇന്റർവ്യൂവിന് കടന്നു പോകുന്നു. പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. കർത്താവെ രണ്ട് മക്കളെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ആ ഇന്റർവ്യൂ നല്ലപോലെ അറ്റൻഡ് ചെയ്യുവാൻ കർത്താവെ ആ ഇന്റർവ്യൂവിന് നല്ലൊരു വിജയം നീ അവർക്ക് കൊടുത്താട്ടെ. രണ്ടുപേരെയും യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. മേൽക്കുമേൽ അഭിവൃദ്ധി പ്രാപിക്കട്ടെ. കർത്താവ് അങ്ങനെ ചെയ്ത കൃപയ്ക്കായി സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. അന്നമ്മ പുനലൂർന്ന് വിളിച്ചിരിക്കുന്നു. മകന് 35 വയസ്സ്, വിവാഹം നടക്കണം. യേശുവിന്റെ നാമത്തിൽ പൈതലിനെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. നിരാശ ബാധിക്കാതെ ദൈവത്തിന്റെ സമയം തന്റെ മകന് വേണ്ടി തുറന്നു വരുന്നതിനായി നന്ദി പറയുന്ന കർത്താവേ, അത്ഭുതകരമായ ഒരു കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. യേശുവിൻ നാമത്തിൽ പ്രിയപിതാവേ. ആമേൻ. കമല നേറ്റുകരയിൽ നിന്ന് വിളിച്ചിരിക്കുന്നു. പപ്പയ്ക്ക് അറ്റാക്ക് വന്നു. ഇപ്പോൾ ശ്വാസമുണ്ടാൽ ഭാരപ്പെടുന്നു. കർത്താവെ മകനെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ അറ്റാക്കിന്റെ എല്ലാം യേശുവിന്റെ നാമത്തിൽ മാറട്ടെ. കർത്താവെ ആ ശ്വാസമുട്ടൽ യേശുവിന്റെ നാമത്തിൽ മാറട്ടെ. ഒരു പൂർണ്ണ സൗഖ്യം കൊടുത്താട്ട്. ശരീരാത്മതകളെ ബലപ്പെടുത്തിയാട്ട്. കർത്താവെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അങ്ങനെ ചെയ്ത കൃപയ്ക്കായി സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ. ഇന്നത്തെ പത്രത്തിൽ നമ്മുടെ പകർച്ചവ്യാധി, പ്രത്യേകിച്ച് അതോടൊപ്പം തന്നെ ജലപ്രളയം ഇത് സംബന്ധിക്കുന്ന ഒരുപാട് അനർത്ഥങ്ങളെക്കുറിച്ച് ഇന്നത്തെ പത്രത്തിലുണ്ട്. അത് നിമിത്തം ക്ലേശിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. എല്ലായിടത്തും ദൈവിക നിയന്ത്രണവും യേശുവിൻ്റെ സമാധാനവും അവിടെ ഉണ്ടാകേണ്ടതിനായി നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. കേരളത്തെ, ഇന്ത്യ രാജ്യത്തെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ ഭാരതത്തെ യേശുവിൻ്റെ നാമത്തിൽ ഇന്ത്യയെ അനുഗ്രഹിക്കുന്നു. We bless India in Jesus mighty name. എല്ലായിടവും എല്ലായ്പ്പോഴും യേശുവിനാൽ അനുഗ്രഹിക്കപ്പെട്ട് ദൈവിക സമൃദ്ധി രാജ്യത്ത് ഉണ്ടാകട്ടെ. യേശുവിൻ്റെ ഉണർവ് എല്ലായിടത്തും ഉണ്ടാകട്ടെ. പ്രത്യേകിച്ച് പ്രളയക്കെടുതിയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ജീവിതങ്ങൾ, അപകട മരണങ്ങളുടെ തിക്ത അനുഭവങ്ങളിലൂടെ പൊയ്ക്കൊണ്ടിരിക്കുന്നവർ ഇന്ന് പകൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ സ്നേഹം, യേശുവിൻ്റെ സമാധാനം അവരുടെ ഹൃദയത്തെ ഇപ്പോൾ തന്നെ നിറയ്ക്കണമേ. സകലത്തെയും അവിടുന്ന് നിയന്ത്രിക്കും കർത്താവേ, യേശുവിൻ നാമത്തിൽ പിതാവേ. മല്ലപ്പള്ളിയിൽ നിന്ന് റോസമ്മ എന്ന മാതാവ് വിളിച്ചിരിക്കുന്നു. രണ്ടാമത്തെ മകൻ ലെനിൻ ഗൾഫിൽ പോകുവാൻ ആഗ്രഹിക്കുന്നു. അതിനായി ദൈവം വഴി തുറക്കാൻ വേണ്ടി പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്നു. പ്രിയ പിതാവേ, മകനായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഈ ജീവിതത്തിൻ്റെ സാഹചര്യത്തിൽ കർത്താവെ അവന് വേണ്ട വഴികളെ നീ തുറക്കുമാറണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ നല്ല ജോലികൾ ലഭിക്കുവാൻ, കർത്താവെ നല്ലൊരു ഭാവി ഉണ്ടാവാൻ ആ മകനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ. കുറ്റപ്പെടുന്ന രാജ്യം വിളിച്ചിരിക്കുന്നത് മകൻ ജസ്റ്റിന് പ്രാർത്ഥനയുടെ ഫലമായി ഒരു ഫൈനാൻസ് കമ്പനിയിൽ ജോലി ലഭിച്ചു. അവിടെ തന്നെ തുടരേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഞങ്ങൾ ഒന്നിച്ച് ജസ്റ്റിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവിന് ജോലിക്ക് കയറിക്കുന്ന സ്ഥാപനത്തെ തുടരുവാൻ താക്കുന്നു. കർത്താവിനോട് നീ ഇടപെട്ടാട്ടെ. ജോലിയിൽ ഉയർച്ച ഉണ്ടാകുമാറാകട്ടെ, മാനിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. കൂട്ടുകാരിക്ക് ഭയങ്കരമായി ടെൻഷൻ, ഉറക്കമില്ല എന്ന് ആ കൂട്ടുകാരിക്ക് വേണ്ടി പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്നത് ആനി തിരുവനന്തപുരത്ത് നിന്നാണ്. പ്രിയ പിതാവേ, കർത്താവെ ആ ജീവിതത്തിനായി പ്രാർത്ഥിക്കുന്നു. നിന്റെ സുഖകരമായ കർത്താവെ ആ ജീവിതം നയിപ്പൻ മകളെ നീ ഇടയാക്കുമാറാണമേ. സകലവിധമായ മാനസിക പിരിമുറുക്കങ്ങളിൽ നിന്ന് കർത്താവ് ജീവിതത്തെ വിടുവിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവിക ധൈര്യത്താൽ നിറച്ചാട്ടെ, ദൈവിക പ്രത്യാശയാൽ ജീവിതത്തെ നിറച്ചാട്ടെ യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ട്രിവാൻഡ്രത്തുനിന്ന് ജോൺ വിളിച്ചിരിക്കുന്ന സാമ്പത്തികമായ ഞെരുക്കത്തിലൂടെ കടന്നു വന്ന് പ്രാർത്ഥിക്കണം. കർത്താവെ ഞങ്ങൾ ഒന്നിച്ച് ജോണിനെ കുടുംബത്തെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. എല്ലാ സാമ്പത്തിക ഞെരുക്കങ്ങളും മാറുവാൻ തക്കണം. ദൈവത്തിന്റെ അത്ഭുതം ആ കുടുംബത്തിന്മേൽ വ്യാപരിക്കട്ടെ. സാമ്പത്തിക നന്മകളാൽ അങ്ങ് നിറച്ചാട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. നാളെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന ഹരികൃഷ്ണന് വേണ്ടി പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്നു. ഇന്ദിര തിരുവനന്തപുരത്ത് നിന്നും പ്രിയ പിതാവെ ഹരികൃഷ്ണനായി പ്രാർത്ഥിക്കുന്നു. നിന്റെ ദൈവിക സാന്നിധ്യം, ദൈവിക കൃപ, ദൈവിക ജ്ഞാനം കർത്താവെ എല്ലാ നന്മകളാലും ആ മകനെ നിറയ്ക്കുമാറാണമേ. കർത്താവെ ഇന്റർവ്യൂ നല്ല രീതിയിൽ കർത്താവെ അറ്റൻഡ് ചെയ്യുവാൻ ആ മകനെ വേണ്ട കർത്താവെ പരിജ്ഞാനത്താൽ നിറയ്ക്കുന്നതിനായി സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ തന്നെ. തിരുവല്ലാന്ന് ബെന്നി വിളിച്ചിരിക്കുന്നു. കാലിൽ മുറിവ് കരിയണം, മകൻ്റെ വിവാഹം നടക്കണം, തൊഴിൽ നന്നാകണം, കുടുംബ സമാധാനം വേണം, മക്കൾ വെളിയിൽ പോയി പഠിക്കുവാൻ തക്കണം, ദൈവം വഴി തുറക്കണം. കർത്താവ് ഞങ്ങൾ ഈ കുടുംബത്തിൻ്റെ സകല ആവശ്യങ്ങളെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ മേഖലയിലും അത്ഭുതം ചെയ്യുവാൻ കഴിയുന്ന ദൈവം ഈ കുടുംബത്തിൻ്റെ സകല മേഖലയിലും അത്ഭുതം ചെയ്താട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഭാവി തന്നെ എല്ലാവർക്കും ഉണ്ടാകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ഇന്നലെ പ്രേയിങ് കേരളയിലേക്ക് റാന്നി അത്തിക്കയത്തുനിന്നും ലീല വിളിച്ചിരുന്നു. നമ്മൾ ഫോളോ അപ്പ് നടത്തിയത് മൂലം താങ്ക്സ് പറയാൻ വിളിച്ചതാണ്. പ്രോഗ്രാം അവർക്ക് അത്തിക്കയത്ത് കിട്ടുന്നില്ല, റാന്നിയിലാണ് അത്തിക്കയം. അപ്പോൾ
പക്ഷേ അമ്മയെ ഹോസ്പിറ്റലിൽ കാണാൻ മുളക്കഴ സെഞ്ച്വറി ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ അവിടെ അഡ്മിറ്റ് ചെയ്തപ്പോൾ അവിടെ വെച്ചാണ് പ്രേയിങ് കേരള പ്രാർത്ഥനയിൽ പങ്കെടുത്തത്. വളരെ സന്തോഷമായിരുന്നു. പ്രാർത്ഥിക്കുന്ന കേരളത്തിന് നന്ദി. നൂറുകണക്കിന് ആശുപത്രികളിൽ, നൂറുകണക്കിന് ഹോസ്പിറ്റൽ കോർപ്പറേറ്റ് ഓഫീസസിൽ, രാത്രി മുഴുവൻ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളിൽ, ഒരുപാട് ഗവൺമെൻറ് നോൺ ഗവൺമെൻറ്റൽ ഓഫീസസിൽ പ്രാർത്ഥനാ കേരളം എന്ന ഈ ശുശ്രൂഷ, പല എയർപോർട്ട്സിൽ രാവിലെ ഈ പ്രാർത്ഥന കേരളത്തെ തുറന്നിടുവാൻ സന്മനസ് കാട്ടുന്ന പ്രേയിങ് കേരള കുടുംബാംഗങ്ങളോട് കർത്താവിൻ്റെ നാമത്തിൽ നന്ദി പറയുന്നു. യേശുവിൻ്റെ സ്നേഹം എല്ലാവരിലും നിറയട്ടെ. യേശുവിൻ്റെ സൗഖ്യം എല്ലാവരിലും എത്തട്ടെ. ഈ സന്ദർഭത്തിൽ ഹോസ്പിറ്റലുകളിൽ നിന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നവർക്കായി ഞാൻ പ്രാർത്ഥിക്കാൻ പോകുക. ഏതു തരത്തിലുള്ള രോഗത്താൽ താങ്കൾ ഭാരപ്പെടുന്നെങ്കിലും യേശുവിൻ്റെ ശരീരത്തിലേറ്റ മുറിവുകൾ നമ്മുടെ സൗഖ്യത്തിനു വേണ്ടിയായിരുന്നു. ഓൺലി ബിലീവ് ഇൻ ജീസസ് ദാറ്റ് യു ആർ ബീയിങ് ഹീൽഡ് ഇൻ ജീസസ് നെയിം. യേശുവിൽ വിശ്വസിക്കുക മാത്രം ചെയ്യുക. താങ്കൾ ഇപ്പോൾ സൗഖ്യമാകുന്നു യേശുവിൻ്റെ നാമത്തിൽ. കർത്താവേ, ആശുപത്രികളിൽ നിന്ന്, രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ആശുപത്രികളിൽ നിന്ന് ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഓരോ രോഗിയും അവരുടെ ആശ്രിതരെയും നിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. Every patient who is joining us from different hospitals, from different parts of the globe, I declare divine healing in the mighty name of Jesus over their lives, in Jesus' name. Be made whole in Jesus' name. യേശുവിന്റെ നാമത്തിൽ പൂർണ്ണ സൗഖ്യമാകട്ടെ. രോഗക്കെടുതികൾ മാറട്ടെ. സമ്പൂർണ്ണ സൗഖ്യമുണ്ടാകട്ടെ. അസാധാരണമായ ഒരു അത്ഭുതം യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ അവരിൽ ഉണ്ടാകട്ടെ. താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ പ്രിയ പിതാവേ, വലതുവശം മുഴുവൻ വേദന. ഹസ്ബൻഡ് സോമൻ മസ്കറ്റിൽ അതിഭയങ്കരമായ ശരീരം മുഴുവൻ വേദനയിൽ ഭാരപ്പെടുന്നു. മാസ്കറ്റിൽ നിന്ന് ഈ സന്ദർഭത്തിൽ അദ്ദേഹം പ്രാർത്ഥനയിൽ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഞാൻ പ്രാർത്ഥിക്കുന്നു, ഇപ്പോൾ തന്നെ സോമൻ സൗഖ്യമാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ തികഞ്ഞ സൗഖ്യമുണ്ടാകട്ടെ. യേശുവിൻ നാമത്തിൽ പ്രിയ പിതാവേ, ഇവിടെ ലഭിക്കുന്ന നൂറുകണക്കിന് പ്രാർത്ഥനാ വിഷയങ്ങൾ, അത്യാവശ്യം വരുന്ന ടെലഫോണുകൾ ഞങ്ങൾക്ക് എടുക്കേണ്ടി വരുന്നത് കൊണ്ട് എല്ലാ വിഷയങ്ങളും പേരുകൾ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ കഴിയുന്നെങ്കിലും ദൈവനാമത്തിൽ ഞാൻ ഒരു കാര്യം ഇങ്ങനെ ഓർമ്മപ്പെടുത്തട്ടെ. ഓരോ വിഷയത്തെയും അതതിൻ്റെ ഗൗരവം ഉൾക്കൊണ്ട് ഞങ്ങൾ തീർച്ചയായിട്ടും ചേർന്ന് പ്രാർത്ഥിക്കും. ഞങ്ങളോടൊപ്പം മറ്റനേകർ ഇവിടെ കടന്നു വന്ന് പ്രാർത്ഥിക്കുന്നു. താങ്കൾക്ക് പ്രേയിങ് കേരളയുടെ ഓഫീസിലേക്ക് സ്വാഗതം. അടുത്ത തിങ്കളാഴ്ച മുതലുള്ള ദിവസങ്ങൾ താങ്കൾക്ക് സൗകര്യപ്രദമായ സമയം രാവിലെ എപ്പോൾ വേണമെങ്കിലും ഇവിടെ ഞങ്ങളൊന്ന് വിളിച്ചറിയിച്ചിട്ട് വരാം. ഈ ഓൾട്ടറിൽ വെച്ചിരിക്കുന്ന ആയിരക്കണക്കിന് ജീവിതങ്ങളുടെ വിഷയങ്ങൾക്ക് വേണ്ടി നമുക്ക് ഒന്നിച്ചിടിവിൽ നിൽക്കാം. യേശു അത്ഭുതകരമായി ജീവിതങ്ങളെ വിടുവിക്കും. വെറുതെ നമുക്ക് സമയം കളയാനില്ല. ദൈവസന്നിധിയിൽ നമുക്ക് നിൽക്കാം. യേശു അത്ഭുതങ്ങളുടെ കർത്താവ്. ഇന്നുച്ച കഴിഞ്ഞ് 2 മുതൽ ഹാർവസ്റ്റ് ടിവിയുടെ ഓഫീസിൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഞങ്ങൾ എത്തുന്നതായിരിക്കും. ഏതു തരത്താൽ വിഷയത്താൽ താങ്കൾ ഭാരപ്പെടുന്നെങ്കിലും തീർച്ചയായിട്ടും നമുക്ക് അവിടെ പ്രാർത്ഥിക്കാം. യേശു അത്ഭുതകരമായ സൗഖ്യം നൽകും. മറക്കരുത്, 19-ാം തീയതി എറണാകുളത്തുണ്ട്. ഉച്ചയ്ക്ക് രാവിലെ 10 മുതൽ 25, 26, 27, 25th, 26th and 27th of July from 10 to 12 in the morning. First time ever in the history of humankind that's going to have a fasting prayer on television network. ടെലിവിഷനിലൂടെ ആദ്യമായിട്ടായിരിക്കും ലോക ചരിത്രത്തിൽ ഒരു ഉപവാസ പ്രാർത്ഥന നടക്കുന്നത്. കൃപാവരങ്ങളുടെ ശുശ്രൂഷയിൽ ഞങ്ങൾ ഇറങ്ങി നിന്ന് ശുശ്രൂഷിക്കും. മറ്റനേക ഭക്തന്മാർ നമ്മോടൊപ്പം ശുശ്രൂഷയിൽ പങ്കെടുക്കും. യേശു അത്ഭുതങ്ങളുടെ കർത്താവേ, എൻ്റെ ടേബിളിൽ വന്നിരിക്കുന്ന ഈ ഓരോ വിഷയത്തെയും, ഇപ്പോൾ ടെലിഫോണിൽ വന്നുകൊണ്ടിരിക്കുന്ന ഓരോ വിഷയത്തെയും, ജീവിതങ്ങളെ, അവരുടെ കുടുംബങ്ങളെ നിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അനേകർ ആശുപത്രിയിലാണ്, അവിടുന്ന് അവരെ വിടുവിക്കും. അനേകർ ഭവനങ്ങളിൽ തളർന്നു കിടക്കുന്നു, സാമ്പത്തിക കെടുതിയിലൂടെ പോകുന്നു, വിദ്യാഭ്യാസ കെടുതി അനുഭവിക്കുന്നു, പ്രളയക്കെടുതി അനുഭവിക്കുന്നു. Lord, people are in different levels of struggles and suffering. I pray and declare the peace of Jesus in their life, Lord. അവരുടെ ജീവിതത്തിൽ യേശുവിന്റെ സമാധാനം, യേശുവിന്റെ സന്തോഷം ഇപ്പോൾ അണപൊട്ടി ഒഴുകി ചെല്ലട്ടെ. Let there be 100% difference in their life, Lord, because of you and you alone, Jesus. യേശുവേ, അവിടുത്തെ നാമനിമിത്തം അവിടുത്തെ മാറ്റം എല്ലായിടത്തും എപ്പോഴും ഉണ്ടാകട്ടെ. അവിടുന്ന് അത് ചെയ്തതിന് ഞങ്ങൾ നന്ദി പറയുന്നു. യേശുവിന്റെ നാമത്തിൽ പ്രേയിങ് കേരള കുടുംബാംഗങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കാൻ പോകുക. മാത്രമല്ല, ഇന്ത്യയിലും
കർത്താവിന്റെ നാമത്തിന് വേണ്ടിയുള്ള എല്ലാ ശുശ്രൂഷകളെയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ഹാർവസ്റ്റ് ടിവിക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. അവർ ഈ മാസം അവസാനം മുതൽ അത് 83 രാജ്യങ്ങളിലേക്ക് പോകും. നമുക്കറിയാം, വളരെ ചിലവേറിയ ഒരു ശുശ്രൂഷയായത്. നമുക്കൊന്നിച്ച ശുശ്രൂഷയിൽ പങ്കാളികളാകാം. നമ്മെ കൊണ്ട് കഴിയുന്ന നിലയിൽ ആ ശുശ്രൂഷയ്ക്ക് സഹായം നമുക്ക് എത്തിച്ചു കൊടുക്കാം. പ്രാർത്ഥനയിലും സാമ്പത്തികമായിട്ട് നമുക്ക് അവർക്ക് ചുമൽ കൊടുക്കാം. ലോകരാജ്യങ്ങളിൽ യേശുവിന്റെ നാമം ഉയർത്തുവാൻ അവർ ചെയ്യുന്ന എല്ലാ ഉദ്യമങ്ങളെയും മിസ്റ്റർ ബിബി ജോർജിനെയും കുടുംബത്തെയും ആ ടീമിനെയും നമുക്ക് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ കരങ്ങളിൽ യേശുവിന്റെ നാമത്തിൽ ഹാർവസ്റ്റ് ടിവിയെ ഇന്ത്യയിൽ സുവിശേഷമായി പ്രവർത്തിക്കുന്ന ഓരോ ജീവിതത്തെയും അങ്ങയുടെ ദാസിദാസന്മാരെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. ദൈവകൃപയാൽ എല്ലാവരെയും നിറയ്ക്കണം. ലോർഡ്, നിന്റെ സഭ യേശുവിന്റെ നാമത്തിൽ ആരോഗ്യത്തോടെ വരട്ടെ. യേശുവിന്റെ സ്നേഹം എല്ലായിടത്തും ഉണ്ടാകട്ടെ. ദൈവത്തിന്റെ ആത്മാവിന്റെ വലിയ ചലനം മുൻപൊരിക്കലും ഇല്ലാത്ത പോലെ ഈ ദിനങ്ങളിൽ ഉണ്ടാകട്ടെ. Let there be the revival of the Holy Spirit that sweeps over this nation, India, Lord. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ഇന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ആത്മാവിന്റെ ഉണർവ് ഞങ്ങളുടെ രാജ്യത്ത് എല്ലായിടത്തും ഉണ്ടാകട്ടെ. അന്ത്യകാലത്ത് സകല ജഡത്തിനു മേലും എന്റെ ആത്മാവിനെ പകരുമെന്ന് പറഞ്ഞ അങ്ങയുടെ വാഗ്ദത്തം എല്ലായിടത്തും നിറവേറട്ടെ. Let there be governmental order of God in India, in Jesus' name. യേശുവിൻ നാമത്തിൽ തിങ്കളാഴ്ച രാവിലെ നമ്മൾ കാണുമ്പോൾ ഏറിയ ബലത്തോടെ, ഏറിയ കൃപയോടെ നമുക്ക് ഒന്നിച്ചായിരിക്കണം. അതുവരെ പ്രാർത്ഥന വിഷയങ്ങൾ വിളിച്ചു പറയാൻ മറക്കരുത്. ഇമെയിൽ അയക്കുന്നവർ ഇമെയിൽ അയക്കണം, prayingkerala@gmail.com. SMS സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നമുക്ക് അയക്കാൻ പറ്റും. പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് കത്തുകൾ അയക്കാം. എങ്ങനെയും പ്രാർത്ഥന വിഷയങ്ങൾ അറിയിക്കുക. നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളോടൊപ്പം നിൽക്കുന്ന എല്ലാവരോടും കർത്താവിന്റെ നാമത്തിൽ നന്ദി പറഞ്ഞ് കരങ്ങളെ ഉയർത്തി യേശു തൻ കാലം ഉയർത്തിയ പർവ്വതങ്ങൾക്കു മീതെ, ഉയർത്തിയ കൊടുങ്കാറ്റുകൾക്കു മീതെ, എന്റെ യേശുവേ നീ എത്ര നല്ലവൻ, എന്റെ യേശുവേ നീ എത്ര നല്ലവൻ. ഉയർത്തിയ യേശു തൻ കാലം ഉയർത്തിയ പർവ്വതങ്ങൾക്കു മീതെ, ഉയർത്തിയ കൊടുങ്കാറ്റുകൾക്കു മീതെ, എന്റെ യേശുവേ നീ എത്ര നല്ലവൻ, എന്റെ യേശുവേ. യേശുവിൽ നമുക്ക് ശുഭമായ ഭാവം. In Jesus you have a bright future.